ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു വീഡിയോ അല്ല. മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എത്ര പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഞാൻ പറയത്തില്ല ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബം എന്ത് സുഖസുന്ദരമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടല്ലേ. ഫാനുണ്ട്, എ സി ഉണ്ട്, മൊബൈലുണ്ട്, വാഹനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ അതീവ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഓടിച്ചാടി നടന്ന് കളിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് സന്തോഷമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. ആവണി മോൾ, 12 വയസ്സുള്ള ആവണി മോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വീഡിയോ ഉസ്താദ് ചെയ്തിരുന്നു. ജന്മന ആ മോള് അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരുടെ വീടിൻ്റെ ഒരു അവസ്ഥ സത്യത്തിൽ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടായിട്ടല്ലോ, സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യൻ കണ്ടാലും അവൻ്റെ മനസ്സ് അവൻ്റെ ഉള്ള് ഒന്ന് പിടയും, നമ്മുടെ കണ്ണ് ഒന്ന് നിറയും. കാരണം ഈ അൻസാരി സുഹരി ഉസ്താദ് ഇദ്ദേഹം നമ്മൾ കേൾക്കാറുണ്ടല്ലേ, ഇപ്പം ഈ സംഘപരിവാറും കാസായൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചാപ്പ കുത്താറുണ്ട് നമ്മുടെ ഉസ്താദിന്. ഇദ്ദേഹം ഒരു കറ തീർന്ന സുഡാപ്പിയാണ്, ഇദ്ദേഹം ഒരു തീവ്രവാദിയാണ്, ഇദ്ദേഹം ഈ ഹിന്ദു സമൂഹത്തെ ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് കാപട്യമാണ് എന്നൊക്കെ പറയും. ഓക്കെ, കാപട്യമാണെങ്കിൽ പോലും ഇനി കാപട്യമല്ലാത്ത രീതിയിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? വെറും 13 മണിക്കൂർ കൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഉസ്താദിലേക്ക് എത്തിയത് 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം രൂപ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഹൈന്ദവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഘോരഘോരം പ്രസംഗിക്കുന്നത്, ഒച്ചയിടുന്നത്. ഈ ഭാരതീയൻ, ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു പരമചെറ്റ, ഒരു സംഘി മരവാണം. അതുപോലെ നമ്മുടെ കാളിയണ്ണനെ ഞാനിപ്പം ആ ഒരു ഭാഷയിലേക്ക് ഞാൻ പറയത്തില്ല, ടെക്നോളജിയാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത് കുറച്ച് തലയ്ക്കകത്ത് വിവരം വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുള്ളി വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ തെറ്റൊക്കെ പറ്റും. കാരണം ഈ ശാഖയിൽ പോയിട്ട് പഠിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകത്തില്ലല്ലോ. അപ്പം ഈ 2 പേരും ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. അതായത് ഉസ്താദ് നിവൃത്തിയില്ലാത്ത ഹൈന്ദവരെ കണ്ടെത്തി അവരെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വീഡിയോ ഇട്ട് ആ കുടുംബത്തെ അവഹേളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എടാ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നീയൊക്കെ പോയി ചെയ്തു കൊടുത്താൽ ഉസ്താദിന് ഇത് ചെയ്യേണ്ടി വരുമായിരുന്നോ? കാരണം ഇന്ന് ഒരാളിൽ നിന്നും പണം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ ആരെങ്കിലും തരുമോ? തരില്ല. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും കാണിച്ചാൽ, സത്യസന്ധമാണെന്ന് തോന്നിയാൽ കേരളത്തിലെ ജാതി മതഭേദമെന്നെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ സഹായിക്കാൻ വേണ്ടി ഇറങ്ങും. അത് കേരളം നമ്മൾ ഒരുപാട് കണ്ടതാണ് അല്ലേ. എന്തായാലും ഈ മരപ്പട്ടിയുടെ ഈ ഉസ്താദ് ചെയ്ത ഈ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു ഹൈന്ദവ സഹോദരൻ കൊടുക്കുന്ന ഒരു കിടുകാച്ച് മറുപടിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണാതെ പോയത് വീഡിയോയിലേക്ക് പോകാം. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. ഈ പാവങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ആ വാർത്തകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് മുസ്ലിമോ എന്നുള്ളതല്ല, മനുഷ്യരുടെ പ്രശ്നങ്ങൾക്കൊപ്പം മനുഷ്യരെ നിൽക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു നിർവൃതിയാണ്, കണ്ടിരിക്കാൻ വല്ലാത്ത സന്തോഷമാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തവന് പറയാനുള്ള എന്താണെന്ന് അറിയാമോ? ഇതാണ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യാൻ? ഗതി പിടിക്കണം, പണിക്ക് പോകണോടാ. പല പണിക്ക് പോകണ്ട, രാവിലെ പോലും പല പണിക്കും പോന്നിയൊക്കെ 10 രൂപ കിട്ടുന്ന പണിക്ക് പോകും. രാവിലെ വൈകുന്നേരം വരുന്ന വർഗീയത പറഞ്ഞ് കുത്തിത്തിരിപ്പ് നടത്തി ഇത് എങ്ങനെ ജീവിക്കും? എന്നിട്ട് പറയാം ഞങ്ങൾക്ക് അത്ര കൊണ്ട് തരാൻ ആരുമില്ല, ഞങ്ങൾക്ക് ഗൾഫിന്റെ മിഠായി കൊണ്ട് തരാൻ. പ്രിയപ്പെട്ടവരെ, ഇയാൾക്കെതിരെ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം മുട്ടായി കടലാസിൽ പൊതിഞ്ഞ സൈനേഡാണ് ഇയാൾ. അതുപോട്ടെ, സാധാരണക്കാർക്ക് അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നല്ല, അവർക്കൊരു സഹായം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി. കുറച്ച് നാളുകൾക്ക് മുമ്പ് വഖഫ് എന്ന കിരാത നിയമം ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അവരുടെ കിടപ്പാടം വരെ നഷ്ടമാക്കി അവരെ പെരുവഴിയിലാക്കാൻ ശ്രമിച്ചവരാണ് ഈ നിർവൃതിയുടെ കാര്യം പറയുന്നത്. ഇവനെതിരെ സംസാരിച്ചാൽ കുറേയധികം ഉസ്തുകുതന്മാർ നമ്മുടെ കമന്റ് ബോക്സിലും മെസ്സഞ്ചറിലും ഒക്കെ വന്ന് തെറിവിളിയുടെ അഭിക്ഷേപമാണ്. തെറിവിളി മാത്രമല്ല, വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ നിറഞ്ഞതാണ് വരുന്നത്. എനിക്കിതേ ഇതാ അൻസാരിയുടെ നാവിലെ തഴമ്പ് കണ്ടാൽ അറിയാം പാവപ്പെട്ടവരോട് പണിക്ക് പോകാൻ പറഞ്ഞുണ്ടായതാണെന്ന്. അല്ല അൻസാരി, നീ മേലനങ്ങി എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ? ആ ജോലി എടുത്ത് കിട്ടിയതിന്റെ 1 രൂപ നീ സാധാരണക്കാർക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? നിന്റെ ഫോളോ ലിസ്റ്റ് കണ്ട് കുറേയധികം സാധാരണക്കാരുടെ അവരുടെ ദയനീയ അവസ്ഥ കൊണ്ട് നിന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ മുഖം കാണിച്ച് വീഡിയോ എടുത്ത് അവരുടെ ദയനീയതയെ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തിയല്ലേ നീ ചെയ്യുന്നത്? അതല്ലാതെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ലല്ലോ. ആദ്യം താൻ പണിക്ക് പോയി 10 കാശുണ്ടാക്കി ആ കാശിൽ നിന്ന് 1 രൂപ സാധാരണക്കാരന് കൊടുത്തിട്ട് ഈ കൊണസാര അടിക്കും. ഓ, കൽബിൽ പണിയെടുക്കുന്നതുകൊണ്ട് പുറമെ കാണിക്കില്ലായിരിക്കും അല്ലെ? മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ വിഹിതം പറ്റി ജീവിച്ചിട്ട് താൻ മറ്റുള്ളവരോട് പറയാണ് പഠിക്കുമോ. നാട്ടുകാർ പണിയെടുത്താലേ അൻസാരിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. അപ്പോ പിന്നെ ഉപദേശിക്കാതിരിക്കാൻ പറ്റുമോ? അൻസാരി, ഞാൻ പണിക്ക് പോയി കഷ്ടപ്പെട്ട് കിട്ടിയതിന്റെ വിയർപ്പിന്റെ ഒരു ഭാഗം എനിക്കാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട്. നിന്നെ പോലെ വീഡിയോ എടുത്ത് അവരുടെ ദയനീയ അവസ്ഥയെ ചൂഷണം ചെയ്യേണ്ട അവസ്ഥ എനിക്കില്ല. കാരണം ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത്. നിന്നെ വിമർശിച്ചോ, നിനക്കെതിരായ വീഡിയോ ചെയ്താൽ മറ്റേ 1000-ൽ ഒരാളാകുമെങ്കിൽ എനിക്ക് ആ പേടിയില്ല അൻസാരി. നീ വർഗീയത എന്ന് വിളിച്ചു പോകുമ്പോൾ നീ ആരാണ്? നീ പറയുന്നതാണ് യഥാർത്ഥത്തിലെ വർഗീയത.
സംഘിവാട് ചുറ്റി ഹിന്ദുവിനെ വിമർശിക്കുന്ന രീതിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കൾക്ക് മനസ്സിലാവില്ല. ഈ വീഡിയോയ്ക്ക് താഴെയും നിന്റെ ഗുദന്മാർ കമന്റ്സുമായിട്ട് വരുമെന്ന് എനിക്കറിയാം. നിന്റെ മഞ്ഞപ്പൂക്കൾ ആസ്വദിച്ച് അതിന്റെ രുചി പിടിച്ച് ജീവിക്കുന്നവന്മാർക്ക് അതല്ലേ പറ്റൂ. നീയും നിന്റെ ഗുദന്മാരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയാലും കമന്റ് ബോക്സിൽ തെറി അഭിഷേകം ചെയ്താലും മാസ് റിപ്പോർട്ടിംഗ് ചെയ്താലും പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. യൂസഫ് അലി ചെയ്തത് യൂസഫ് അലിയുടെ പൈസ കൊണ്ട്. അതിന് നീ എന്തിനാ കുറയ്ക്കുന്നത്? നീ എന്ത് മണ്ണാങ്കട്ടെ ചെയ്തത്? വെറുതെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഓരോ അണ്ടിമുക്ക് ശാഖയിൽ പോയി നാവ് കൊണ്ട് പണിയെടുത്ത് തഴമ്പെടുത്ത് വിയർപ്പിന്റെ അസുഖവും പിടിച്ച് ഈ ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഈ കുണ്ടൻ ചെറ്റ ഉസ്താനെ കുറിച്ചിട്ട് പറഞ്ഞതിന് മറുപടി കൊടുക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങളാണ് കേട്ടോ. ഇവനെപ്പോലുള്ള വൃത്തികെട്ടവന്മാര് എന്ത് സഹായമാണ് ആർക്കാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്? ഇവൻ എന്ത് പണിക്ക് പോയിട്ടാണ് ചെയ്തു കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇവന്റെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോൾ അറിയാലോ അല്ലേ? അത് 1-ാം തരം 9-ാം നമ്പർ ആണെന്നുള്ളത് നമുക്ക് ഇവന്റെ ഈ ഒരു രൂപത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. നിനക്കൊക്കെ ആ ഉസ്താദിന്റെ പേര് നിന്റെയൊക്കെ നാവ് കൊണ്ട് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. എന്തായാലും നമ്മുടെ ഈ ഹൈന്ദവ സഹോദരൻ കൊടുക്കുന്ന ആ മറുപടിയില്ലേ, അതൊന്ന് കാണാം. അൻസാരി ഉസ്താദെ, നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ ആവണി മോളെ വീൽചെയറിയിരിക്കുന്ന ആവണി മോളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട വീഡിയോ വെറും 15 മണിക്കൂർ കൊണ്ട് 13 ലക്ഷം രൂപ ആ കുട്ടിക്ക് ലഭിച്ചു. ആ കുട്ടിയുടെ ഉപ്പ് ചോറിനകത്ത് വെറും മുളക് പൊടി ഇട്ട് കഴിക്കുന്ന വീൽചെയറിയിരിക്കുന്ന ഷീറ്റ് കൊണ്ട് മറച്ചൊരു വീട്. ഷീറ്റ് കട്ട കെട്ടിട്ടില്ല, ഷീറ്റ് വെറും ഷീറ്റ്. സത്യം പറഞ്ഞ ഹൃദയം നുറുങ്ങുന്നു. നമ്മളൊക്കെ എന്ത് സൗകര്യത്തോടെ ജീവിക്കുന്നത്. അങ്ങേപ്പോലുള്ള ഒരാൾക്കല്ലാതെ ഇവരെയൊക്കെ കണ്ടുപിടിക്കാനും ഇവരെയൊക്കെ സഹായിക്കാനും പറ്റുന്നില്ല. അങ്ങ് ഈ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ 13 ലക്ഷം രൂപ കുടുംബത്തിൽ ചെന്നത്. അങ്ങേ വിമർശിക്കുന്ന, അങ്ങേ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന ഞാൻ ഭാരതീയൻ അല്ലെ കാളിമീഡിയയിലെ കാളിച്ചാട്ടൻ പോലെയുള്ളവർ ഇതൊന്ന് ഞാനൊന്നൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്തുവായി പറയുന്നത്? അദ്ദേഹത്തിനെ കുറ്റം പറയാം. അദ്ദേഹം ഈ വീഡിയോ ചെയ്ത് എങ്ങനെ അദ്ദേഹത്തിന് കാശ് കിട്ടും? ഈ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൈ നീട്ടാൻ പറ്റും? അതേ കോടീശ്വരനാണോ? അല്ല. അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന പലരും അദ്ദേഹത്തിനെ ആരാധിക്കുന്ന, അദ്ദേഹം സ്നേഹിക്കുന്ന, അല്ല എന്തോ ആവട്ടെ, നല്ലത് കാണാൻ പറ്റുന്ന ജനങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെടുന്ന, ആ ആവണിമോൾ രക്ഷപ്പെടുന്നത്. ഇങ്ങനെ ചിന്തിച്ചുകൂടാ? ആവണിമോളുടെ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങളും ചെയ്യുക. കണ്ടു നോക്കുക. ആവണിമോളെ അറിയുവാ? എന്തുണ്ട്? എന്തൊക്കെ വിശേഷം? സന്തോഷമല്ലേ? സുഖല്ലേ? അത് കേട്ടാ സന്തോഷമാണെന്ന് മാത്രം കേട്ടാൽ മതി. ഞാൻ ഈ ഓമനമ്മ വിളിച്ചിട്ട് ഇവിടെ വന്നതാണ്. ഓമനമ്മക്ക് വാക്കുകളില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ ആവണി മോള്. അവർക്ക് 12 വയസ്സുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾ ഈ വെക്കേഷൻ കാലത്ത് ഓടി കളിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മോളെ താലോചിച്ചിട്ടാണ് വന്നത്. ഞാൻ ഈ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വിങ്ങിപ്പോയി. ഈ 12ാമത്തെ വയസ്സിൽ ഈ ഒരു വീഴ്ചയിൽ ഇരുന്ന് പോയൊരു മോള്. അവളുടെ ജന്മം എങ്ങനെയാണ്? എന്നാൽ നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ. സന്തോഷമല്ലേ അവണി? അവൾ ഭയങ്കര സന്തോഷമാണ്. ഇനി അവർക്ക് നിങ്ങൾ കണ്ടില്ല അവിടെ വീടിൻ്റെ അവസ്ഥയാണ് എനിക്ക് കാണിച്ചത്. ഇതാണ് ഇവിടെ അടുക്കള അല്ലേ? അമ്മേ സുഖമാണ്. നമ്മളൊക്കെ അടച്ചുറപ്പുള്ള മുറിയിൽ ഇങ്ങനെ കിടക്കല്ലേ, AC ഒക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് സന്തോഷമല്ലേ? നോക്കിയേ, രണ്ട് മുറിയെ തമ്മിൽ വേർതിരിക്കുന്ന ഭിത്തിയാണ് ഈ കാണുന്നത്. ഇന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വീടുണ്ടല്ലേ, നാലേക്കാണ്. നമ്മൾ കുഴപ്പമില്ല, പ്രശ്നമില്ല, നമ്മളൊക്കെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഔന്നിത്യം പ്രാപിച്ചു, എല്ലാവർക്കും വീടായി എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. ഇതാണ് ആവണി മോളുടെ വീടിന്റെ അവസ്ഥകൾ കണ്ടോളി. അപ്പോൾ ആവണി മോൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണം. അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു വരുമാനം വേണം. അവിടെ അമ്മ രാവിലെ ഞങ്ങൾ എത്തിയപ്പോഴൊക്കെ അവിടെ അമ്മ രാവിലെ കാറ്ററിങ്ങിന് പണിക്ക് പോയി ചോറ് വിളമ്പി കൊടുക്കുക. അപ്പോൾ ആ അമ്മയുടെ വരുമാനം കൊണ്ടാണ് ഈ മോളും എൻ്റെ കൂടപ്പറപ്പിങ്ങളും ഈ സാധുവായ അമ്മയൊക്കെ ജീവിക്കുന്നത്. ഓമനയമ്മ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുക്കണം. ഈ കുടുംബം സന്തോഷിക്കുന്ന, ഈ കുടുംബം ഇതിന്റെ പേരിൽ സമാധാനത്തെ ജീവിക്കുന്ന കണ്ടിട്ട് വേണം അല്ലേ ഓമനയമ്മക്ക് ഒന്ന് കണ്ടടക്കാൻ, അല്ലേ? നമുക്ക് എല്ലാവരും കണ്ടടക്കാൻ. അപ്പൊ നമ്മളത് സാധ്യമാക്കി കൊടുക്കണം. എല്ലാവരും കഴിയുന്ന പോലൊരു സംഭാവന ഈ മോക്ക് വേണ്ടി, ഞങ്ങളുടെ ആവണി മോക്ക് വേണ്ടി അയച്ചു തരണം. ദയവായ്പോടുകൂടി പറയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ പോലെയല്ല, ചെയ്തു തരണം. അപേക്ഷയാണ്. കാരണം അത്രയും ദയനീയമായ അവസ്ഥയാണ്. ചോറിനകത്ത് മുളക് പൊടിയിട്ടിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും തന്നെ സഹായിക്കണം. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആവണി മോളുടെ ജീവിതത്തിലേക്ക് നമുക്ക് സന്തോഷമായിട്ട് മടക്കി കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒപ്പം നിൽക്കണം. നിങ്ങൾ ഒപ്പം നിൽക്കുമെന്നറിയാം, ഒപ്പം നിൽക്കണേ. അൻസാരി ഉസ്താദെ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. നിങ്ങളെ ദൈവം കാക്കട്ടെ. നിങ്ങളെ വിമർശിക്കുന്ന ഇവരെ പോലുള്ളവന്മാരെ ഞാൻ പറയുന്നത്, ഇവന്മാർ വെറും മൃഗങ്ങളാണ്. കേട്ടല്ലോ അല്ലേ? ആ ഒരു വീഡിയോ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സലിയും. അതുകൊണ്ടാണ് വെറും 11 മണിക്കൂർ കൊണ്ട് 13 ലക്ഷം രൂപ സമാഹരിക്കാൻ സാധിച്ചത്. കേരളത്തിലെ ജാതി മതഭേദമന്യേ നല്ല ഹൈന്ദവ സഹോദരങ്ങളടക്കം സംഭാവന കൊടുത്തു. ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ആ വീട് വെക്കാൻ വേണ്ടി സിമന്റും കമ്പിയും അതുപോലെ തന്നെ മണലും മെറ്റിലും എല്ലാം ഓഫർ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ കേരളം. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഈ ഭാരതീയനും അല്ലെങ്കിൽ ഈ കാളിയണ്ണനും ഒക്കെ, കാളിയണ്ണ നിങ്ങളൊന്നും ഇനി വീണ്ടും ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തല്ലേ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക് കേട്ടോ. കാരണം നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഭാരതീയൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ച് നിങ്ങൾ കണ്ടല്ലോ. 5-6 പച്ചക്കറി കിറ്റ് എവിടേക്കോ ആർക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നു. അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് അവന്മാർ കൊടുത്തുവിടുന്ന സാധനം അത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. സംഖ്യകൾക്ക് മാത്രമേ ഈ ചെറ്റകൾ സഹായിക്കത്തുള്ളൂ. അല്ലാതെ മറ്റൊരു മനുഷ്യരെയും ഇവർ തിരിഞ്ഞു പോലും നോക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അൻസാരി സുഹരി ഉസ്താദെ, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്, നിങ്ങൾക്ക് പിന്തുണയായിട്ട് നല്ല ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ ഈ ജോലി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോ, പൂർത്തിയാക്കിയോ. കൂടെ കട്ടയ്ക്ക് ഞങ്ങളുമുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന സഹായവും
നമ്മൾ ചെയ്തു തരും. ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ആരാണെന്ന് അറിയാലോ അല്ലേ? അത് കൃത്യമായിട്ട് കൊടുക്കുക.